പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ നമ്മുടെ ജീവനാധാരമായിരിക്കുന്ന തിരുവചനം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന വലിയൊരു സാവകാശനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് പറഞ്ഞല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മുടെ ജീവൻ്റെ ആധാരമെന്ന് പറയുന്നത് തിരുവചനമാണ്. ദൈവപൈതലിനെ ഭൂമിയിൽ നടത്തുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ഈ വചനമാണ് നമ്മുടെ ആധാരം. ദൈവവചനം വിട്ട് നമുക്കൊന്ന് മറ്റൊന്നുമില്ല. അതിനുവേണ്ടി ഞാനിവിടെ വന്നപ്പോൾ സൗഹൃദമായിട്ട് പറയുമായിരുന്നു, സങ്കീർത്തനങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നു. വചനം പഠിക്കുന്നതിൽ, വചനം കേൾക്കുന്നതിൽ അതിലൊരു രസം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹപ്രദമായിരിക്കും. ആ ഒരു രീതി, ദൈവവചനത്താൽ ഓരോ ദിവസവും ജീവിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പിതാക്കന്മാർ ദൈവവചനത്തിന് വളരെ വില കൊടുത്തവരാണ്. അത് പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയവരാണ്. ആ വചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലനിന്നവരാണ്. നമ്മളും ആ പാത പിന്തുടരണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ വചനം നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുമാക്കി ഒത്തിരി പേര് അങ്ങനെ വന്നിട്ടുണ്ട്. മക്കളെയൊക്കെ കൂട്ടി വേണം ബൈബിൾ ക്ലാസ് പഠിക്കാൻ, വചനം പഠിക്കാനായിട്ട് വരാൻ. അവരും ഇത് എന്ത് ചെയ്യണം? അവർ പഠിക്കണ്ടേ? നമ്മൾ പഠിച്ചാൽ മതിയോ? പോരാ, അവരും പഠിക്കണം. അവർക്ക് മനസ്സിലാകാനുള്ള പ്രായമാകുമ്പോൾ ചെറുപ്പം മുതലേ കൊണ്ടുവരണം. നമ്മൾ മലത്തിപ്പിടിക്കുന്ന ആ പ്രായത്തിലേ അവരെ നമ്മളെന്ത് ചെയ്യണം? കൊണ്ടുവരണം. അത് അവർക്കൊരു ശീലമായി തീരണം. ബൈബിൾ ക്ലാസ്സിന് പോകണം, വചനം പഠിക്കണം എന്നുള്ളത് അവരുടെ രക്തത്തിലത് വരണം, അവരുടെ സ്വഭാവത്തിൽ അത് രൂപീകൃതമായി തീരണം. വചനമാണ് നമ്മെ രക്ഷിക്കുന്നത്, നമ്മെ സഹായിക്കുന്നത്. പാപപങ്കിലമായ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കി നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ആ വചനത്തെ അത്രമേൽ വിലമതിക്കുവാനും പഠിക്കുവാനും അതിൽ സന്തോഷിക്കുവാനൊക്കെ നമ്മൾ അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഉപദേശപരമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലയിടങ്ങളിലും വചനം പഠിപ്പിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിലൊക്കെ മാറ്റം വരേണ്ടത് ആവശ്യമാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ എബ്രായലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ആണല്ലോ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളതാണ്, സർവശ്രേഷ്ഠത എന്നുള്ളതാണ് എബ്രായലേഖനത്തിലെ പ്രമേയം എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ കർത്താവ് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളുടെ മനസ്സിലുണ്ട്, അത് മറന്നിട്ടില്ല എന്നെനിക്കറിയാം. യഹൂദ വിശ്വാസികളോടാണ് പറയുന്നത്. യഹൂദ വിശ്വാസികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി, അയ്യോ, ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വിട്ടിട്ടാണ് വന്നത്. അവരെ ആളുകൾ കളിയാക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, നിങ്ങൾ ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. ന്യായപ്രമാണത്തെ തള്ളിക്കളയുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് പ്രവാചകന്മാരില്ല, പ്രവാചകന്മാരുടെ വചനങ്ങളൊക്കെ നിങ്ങളെന്ത് ചെയ്തു? ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളുടെ മുമ്പിൽ അവർ അല്പം സംശയാലുക്കളായി തീരുകയും പിന്തിരിഞ്ഞു നോക്കുവാൻ ഇടയാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ടാമത് നമ്മൾ എന്താണ് ചിന്തിച്ചത്? പ്രവാചകന്മാരെക്കാൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് 6-7 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തേത് എന്താണ്? യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്താണ് കാരണം? ഒന്നാമത്തെ കാരണം, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, മൂന്നാം വാക്യവും 4-ാം വാക്യവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഒരു ആഡിങ് ഉണ്ട്, അതൊന്ന് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാം. 3-ഉം 4-ഉം വാക്യങ്ങൾ. അവൻ്റെ
ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും വിശിഷ്ടമായ നാമത്തിന് അവകാശിയായിട്ടോണം. ആ മതി. അവിടെ പറയുന്നത് സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി. അപ്പോൾ ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നതിന് ഒന്നാമത്തെ കാരണം ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ ഹി ഹാസ് എ ബെറ്റർ ഓർ എക്സലൻറ്റ് നെയിം ദാൻ ഏഞ്ചൽസ്. ആ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം ആർക്കുണ്ട്? പുത്രനുണ്ട്. പുത്രന് അല്ലെങ്കിൽ ആ നാമം അതുതന്നെയാണ്. എന്താ അതാഴെ പറയുന്നുണ്ട് 5-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പം നിങ്ങളിത് വീണ്ടും കേൾക്കുകയും ഈ നമ്മുടെ ചാനലിൽ അത് കേൾക്കുകയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. ചോദിക്കുമ്പോഴാണ് എനിക്കും പഠിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 89-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലും ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരിൽ ആരോടെങ്കിലും എന്നാണ്. സ്പെസിഫിക്കായിട്ട് ഒരു ദൂതനോടും പറഞ്ഞിട്ടില്ല നീ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. ദൈവപുത്രന്മാർ മുഴുവനായിട്ടും ദൈവത്തിൻ്റെ സൃഷ്ടികളെന്ന അർത്ഥത്തിൽ ദൈവപുത്രന്മാരെന്ന് കളക്റ്റീവായിട്ട് ജനറലി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ നോക്കിയ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ മിക്കവാറും ആരാധനയ്ക്ക് പറയുന്നൊരു വാക്യമാണ്. എന്താ? മക്കൾ ജഡരക്തങ്ങളോടുകൂടെ. മക്കൾ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? അത് മക്കൾ എല്ലാഴ്ചയും പറയുന്നുണ്ടല്ലോ. പറഞ്ഞേ. മക്കൾ ആരാ? ദൈവമക്കളല്ല, മനുഷ്യരെ പൊതുവായിട്ട് ജനറലി പറഞ്ഞിരിക്കുന്നതാണെന്ത്? മനുഷ്യർ ജഡരക്തങ്ങളോട് കൂടുതലായതുകൊണ്ട് അവരെ രക്ഷിക്കാനായി വന്ന രക്ഷകൻ ആരായിട്ട് വന്നു? ജഡരക്തത്തിൽ വന്നു, മനുഷ്യനായി വന്നു എന്നുള്ളതാണ് അവിടെ മക്കൾ എന്ന് പറയുന്നത്. അത് ദൈവമക്കളെന്നാണോ? അല്ല. ഇനി അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ ഏഥൻസിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ അഥേനയിലെ പ്രസംഗത്തിൽ കാണുന്നുണ്ട്. അവിടെ പൊതുവിൽ പറയുന്നുണ്ട്, നാം അവൻ്റെ സന്താനങ്ങൾ, ദൈവത്തിൻ്റെ സന്താനങ്ങളാണ്, മക്കളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പൊതുവേ പറഞ്ഞിരിക്കുക, നാം എന്ന് പ്രസംഗിക്കുമ്പോൾ പറയുക. അപ്പോൾ അത് ദൈവമക്കളെന്നുള്ള അർത്ഥത്തിലാണോ? അല്ല, അത് ജനറലി പറയുന്നതാണ്. അപ്പോൾ പൊതുവായിട്ട് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൈവദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ പുത്രൻ എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക്കായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. അത് ആരോടെ പറഞ്ഞിട്ടുള്ളൂ? പുത്രനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചതിൽ നിന്ന് ഒരു ചോദ്യം, നമ്മുടെ തിയറിക്ക് ഒരു പ്രാക്ടിക്കൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ പുത്രൻ എന്നുള്ളത് ഇപ്പോൾ കത്തോലിക്കർ പറയുന്ന ഒരു കാര്യമാണല്ലോ. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. മറിയത്തെ അവരെന്താ വിളിക്കുന്നത്? ദൈവമാതാവ് അല്ലേ? ദൈവമാതാവ് അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ? അല്ല. എന്തുകൊണ്ടല്ല? ദൈവത്തിന് മാതാവ് ഇല്ല. അപ്പോൾ ഈ പുത്രനോ? യേശുവിൻ്റെ അമ്മയല്ലേ? മറിയത്തിൽ നിന്നല്ലേ യേശു ജനിച്ചത്? അല്ലേ? പറഞ്ഞേ. അല്ല, മറിയത്തിൽ നിന്നല്ലേ ജനിച്ചേ? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വാക്യം അത് പറയണം. അത് പറഞ്ഞാലേ അവർ കറക്റ്റ് ആവുള്ളൂ. ഏതാ വാക്യം? അത് പറഞ്ഞത് ശരിയാ. അതിനെവിടെ വാക്യം? യോഹന്നാൻ 1-ന്റെ നമുക്കറിയാവുന്ന വാക്യമാണ്. വളരെ ലളിതമായ കാര്യമാണ്, നമുക്കറിയാവുന്ന. യോഹന്നാൻ 1-ന്റെ 1 എന്താ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു.
ആദിയിലുണ്ടായിരുന്ന വചനം ആരാത്? അതിലുണ്ടായിരുന്ന വചനം ആരാ? കഴിഞ്ഞാഴ്ച പറഞ്ഞു. സൗകര്യമാരൊന്ന് പറയാം. സൗകര്യമാർക്ക് വിലക്കില്ലല്ലോ പറയാൻ. പറയാമോ? പറഞ്ഞു. സൗകര്യമാർക്ക് പറയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആരാ? വചനം ദൈവത്തോട്. അപ്പം ഇതാരാ? ആദിയിലുണ്ടായിരുന്ന വചനം. ഈ വചനം ആരോട് കൂടെ? ദൈവത്തോട് കൂടെ. അപ്പം ഈ ഉണ്ടായിരുന്ന വചനം ഏതാ? പുത്രൻ. യേശുവല്ല. ആരാണ്? പുത്രൻ. നിത്യനായ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു, നിത്യപുത്രൻ. ആ നിത്യപുത്രൻ ആരോട് കൂടെയാണ്? പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ. അതാണ് ഫിലിപ്പിയർ 2:6. എന്താ? അവൻ ദൈവരൂപത്തിലിരിക്കെ, പിതാവും പുത്ര പരിശുദ്ധാത്മാവ് ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തോടുള്ള സമത്വം, ഈക്വൽ ഇൻ ഗോഡ് ഹെഡ്, ദൈവത്തോടുള്ള സമത്വം, സാരാംശത്തിലും സത്തയിലും എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്തെടുത്തു? ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. മനുഷ്യ വേഷത്തിലായി. അതാണ് 1:14. യോഹന്നാൻ 1:14. എന്താ? വചനം ജഡമായി തീർന്നു. ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമാണ്. പക്ഷെ ആ വചനം എന്തായി? അപ്പോൾ ആ വചനമാണ് ബത്ലഹേമിൽ വന്ന് ജനിച്ചത്. ആ വചനം, അതായത് നിത്യപുത്രൻ, ദൈവം. ആ ദൈവത്തിന് എന്തില്ല? മാതാവില്ല. അവൻ മനുഷ്യനായി പിറന്നപ്പോൾ ഒരു മാതൃത്വം എടുത്തു. അവൻ്റെ മനുഷ്യാവതാരത്തിൽ, ജഡാവതാരത്തിൽ അവൻ ജനിപ്പിക്കപ്പെട്ടവനാണ്. അതാണ് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നിത്യപുത്രത്വത്തിൽ അവൻ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നിത്യനായ ദൈവമാണ്. സകലവും അവൻ മുഖാന്തരം ഉളവായി. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഓക്കെ, ഒരു ചോദ്യം കൂടെ. അത് ക്ലിയറാണോ? ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് ഈ നമ്മുടെ ഈ തിയറിയിൽ നിന്നൊരു ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ്. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ആരാധന സ്തോത്രം ചെയ്യുമ്പോഴോ അവസാനം എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, അല്ലേ? യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ട്. ശരിയാണോ? ശരിയാവോ? എന്തുകൊണ്ട് ശരിയാവില്ല? നമ്മളിത്ര അകലം, നമ്മളുടെ ഇടയിൽ ഇത്ര അകലത്തിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും. ഒരു അകൽച്ചയുടെ ആവശ്യമുണ്ടോ? അടുത്ത് വന്നാൽ നമുക്ക് ചോദിച്ചും പറഞ്ഞൊക്കെ എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, അകലാൻ സമയമായിട്ടില്ല. ഓക്കെ, അതാ ഇവിടെ പറയുന്നത്. ഈ പുത്രൻ ആരായി മാറി? യേശുവായിട്ട്. പുത്രൻ യേശുവായിട്ട്, അല്ലെങ്കിൽ ജഡാവതാരം എടുത്തപ്പോഴുള്ള പേരാണ്. ആ പുത്രൻ ആരാണ്? നിത്യപുത്രനാണ്. അവിടുന്ന്, അതുകൊണ്ടാണ് എന്താ വിളിക്കുന്നത്? കർത്താവിനെ കുറിച്ച് പറയുന്ന, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം കർത്താവ്, അല്ലേ? കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ പഴയ നിയമത്തിൽ യഹോവ എന്ന ആ വാക്ക് പുതിയ നിയമത്തിൽ, അല്ലെങ്കിൽ എബ്രായ ബൈബിളിലുള്ളതൊക്കെ നമ്മൾ സെപ്റ്റുവജൻറ്റിലേക്കും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം എന്താ? കർത്താവെന്നാ. ആ കർത്താവ് ആരാ? ഈ പുത്രനാണ്. ആ പുത്രനാണ് ആരായി വന്നത്? യേശുവായി വന്നത്. ജഡത്തിൽ വന്നപ്പോൾ എടുത്ത പേരാണെന്ത്? യേശു. ജഡത്തിൽ വന്നപ്പോൾ എടുത്ത പേരാണെന്ത്? യേശു. അപ്പം നസ്രായനായ യേശുവാണ് ആര്? ഞാൻ പറഞ്ഞല്ലോ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രവാചക വാക്യം പൂർത്തിയായത് യേശു കർത്താവ് ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ മാത്രമല്ല. ആണോ? അല്ല. ആ വാക്യം 2-3 വാക്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ മാത്രമല്ല, ജനനം മുതൽ അതങ്ങനെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പിതാവ്
പറഞ്ഞുകൊണ്ടിരുന്നു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കിൻ. ഒടുവിൽ ശബ്ദം കൂടാതെ അത് പറഞ്ഞു. അതെപ്പോഴാണ് പറഞ്ഞേ? ആ സന്ദർഭം ഏതാ? സംഭവം ഏതാ? അത് മറക്കരുത്. അതാ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരെ പ്രസംഗത്തിൻ്റെ ആധാരം അതാ. അവരെന്താ പ്രസംഗിച്ചേ? എന്തിന് സാക്ഷി നിന്നു എന്നാണ് അവിടെ പറയുന്നത്? പുനരുദ്ധാനത്തിന് സാക്ഷി നിന്നു. അപ്പോസ്തല പ്രവൃത്തി 13:28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ മറക്കരുത്. അവിടെ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന ആ വചനം എന്ത് ചെയ്തു? പ്രവചനവാക്യം നിവൃത്തിയായി. അതായത് ജഡാവതാരത്തിൽ വന്ന യേശു മരിച്ചു, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അതാണ് ഇവിടെ 3-ാം വാക്യത്തിൽ. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ ദൈവം ഒരു കാര്യം തെളിയിച്ചു, സ്ഥാപിച്ചു. എന്താ സ്ഥാപിച്ചേ? ഈ നസ്രായനായ യേശുവാണ് ആര്? ക്രിസ്തു, ദൈവപുത്രൻ, മസ്സയ എന്നുള്ളത് ദൈവം എന്ത് ചെയ്തു? സ്ഥാപിച്ചു. പിതാവ് സ്ഥാപിച്ചു. ഇവൻ തന്നെയാണ് ആര്? ദൈവപുത്രൻ എന്നുള്ളത് മനുഷ്യവർഗത്തിന് തെളിയിച്ചു കൊടുത്തു. റോമാലേഖനം 1:5 എന്താ? ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് വിശുദ്ധിയുടെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിച്ചു എന്നാണ്. ദൈവപുത്രനാണെന്ന് നിർണയിച്ചത് എവിടെയാണ്? ദൈവപുത്രൻ അല്ലെങ്കിൽ ക്രിസ്തുവാണ്, മെസ്സയാണ്. യഹൂദന്മാരെ കാത്തിരിക്കുകയായിരുന്നല്ലോ. ആരെ? ഇപ്പോഴും കാത്തിരിക്കുക. ആരെ കാത്തിരിക്കുന്നു? ക്രിസ്തുവിനെ, മസിഹായെ കാത്തിരിക്കുന്നു. പക്ഷെ നസ്രായനായ യേശുവാണ് മസിഹ എന്ന് അവരെന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദൈവം സ്ഥാപിച്ചു, നസ്രായനായ യേശുവാണ്, അതായത് ഈ മനുഷ്യനായ യേശുവാണ് ആര്? ഞാൻ അയച്ച പുത്രൻ, ക്രിസ്തു, മസിഹ എന്ന് ദൈവം സ്ഥാപിച്ചു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ ആർക്കും അവകാശമില്ല. അതങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു നാമം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു അപ്പോഴേ എന്താവുന്നുള്ളൂ? പൂർത്തിയാവുന്നുള്ളൂ, പൂർണ്ണത വരുന്നുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ അതാരാ? മനുഷ്യനാ. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ കർത്താവ്, ലോഡ്, സൃഷ്ടാവായ ദൈവം, അവൻ തത്വത്തിൻ്റെ മുദ്രയായ, തേജസ്സിൻ്റെ പ്രഭയായ, സകലവും ഉളവാക്കിയ ലോഡ്, അവൻ യേശുവായി. അവനെ ദൈവാരാക്കി മസിയായിട്ട് ഉയർത്തി, പുത്രനാണ് സ്ഥാപിച്ചു. അത് പറയണം. അത് പറയാത്ത ആ നാമമാണ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമം. ആ നാമം, അവിടെയാ പ്രശ്നം വരുന്നത്. ആ നാമത്തെ പലരും എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുക. പല നാമങ്ങളോട് കൂടെ ഇതൊരു നാമമായിട്ട് എന്ത് ചെയ്യുക? എടുക്കുക. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, യേശു ആരാധ്യനും ദൂതന്മാർ ആരാധകരുമാണ്. 6-ാമത്തെ വാക്യമാണ്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അപ്പോൾ യേശു കർത്താവ് അല്ലെങ്കിൽ ദൈവം മാത്രമാണ് ആര്? ആരാധ്യൻ. കഴിഞ്ഞ ആഴ്ച നമ്മളത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. മറ്റാരും ആരാധ്യരല്ല. നമുക്ക് അവരോട് ഇഷ്ടവും താല്പര്യവും പല കാര്യങ്ങളും നന്നായി ചെയ്യുന്നത് കൊണ്ട് ഒരു ബഹുമാനവും ആദരവും തോന്നുന്നതിൽ ഒരു തെറ്റും ഇല്ല. പക്ഷേ ആരല്ല അല്ലേ? നല്ല ക്രിക്കറ്റ് കളിക്കാരും ഈ സിനിമ അഭിനേതാക്കളെയൊക്കെ ആരാധിക്കുന്ന ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലേ? ആത്മീയ കോളത്തിൽ ഫാൻസ് അസോസിയേഷൻ ഇല്ല. ഒരാളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ആരാധിക്കുന്നുള്ളൂ. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നത്. നമ്മുടെ പണമോ വിദ്യാഭ്യാസമോ ജോലിയോ വീടോ വാഹനമോ മക്കളെയോ ലോകത്തിൽ യാതൊന്നിനെയും ആരാധനയോടെ എന്ത് ചെയ്യരുത്? കാണരുത്. ആരാധന എന്ന് പറയുന്ന മറ്റ് ഉള്ളതിനേക്കാൾ ഇതിനെന്ത് കൊടുക്കുന്ന? പ്രാധാന്യത കൊടുക്കുന്ന. ഞായറാഴ്ച രാവിലെ ഇവിടെ എത്ര മണിക്ക് ആരാധന? 8:30. 8:30 മുതൽ 10:30. ഓക്കെ. 8:30യും 10:30ക്കും ഇടയിൽ
തൃശ്ശൂർ ഇന്ന സ്ഥലത്ത് ഒരു 5 കോടി രൂപ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു 5 കോടി രൂപ കിട്ടും, തരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോവോ? നമ്മളെന്ന് പറയാൻ പറ്റില്ല, പോകുന്നവരുണ്ടാകും. നമ്മൾ പോകത്തില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? എന്തുകൊണ്ട് പോവില്ല? നമുക്കൊരൊറ്റ ആരാധനാ പുരുഷനെ ഉള്ളൂ. അതിനേക്കാൾ മെച്ചമായിട്ട് നമ്മൾ മറ്റൊന്നിനെയും ഈ പണത്തെയോ മറ്റൊന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ കാണുന്നുവെങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. ബൈബിൾ ക്ലാസ്സിനേക്കാൾ മറ്റൊന്നിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. ആദരണീയ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒന്നുകൂടിയും പറയുക, ആദരണീയരായവരുണ്ട്. ആദരിക്കണം, മാതാപിതാക്കന്മാരെ ആദരിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിൻ്റെ ഉടമസ്ഥരെയും നിങ്ങൾക്ക് മേളിലുള്ള ആളുകളെ എന്ത് ചെയ്യണം? ആദരിക്കണം. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, യജമാനന്മാരെന്ത് ചെയ്യണം? ആദരിക്കണം. ദൈവസഭയെ ആദരിക്കണം. ദൈവസഭയിലുള്ള വിശുദ്ധന്മാരെ അവരെ ആദരിക്കണം. നടത്തുന്നവരെന്ത് ചെയ്യണം? ആദരിക്കണം. ആദരിക്കേണ്ടുന്ന ആളുകളുണ്ട്, അവരെ തീർച്ചയായിട്ടും ആദരിക്കണം. അപ്പോൾ ആദരിക്കാൻ പാടില്ലാത്ത ആളുകളും ഉണ്ടോ? ചിലർക്ക് നിലപാടില്ല. നിലപാട് വേണം. ആദരിക്കാൻ പാടില്ലാത്ത ആളുകളും ഉണ്ട്. ഞാൻ പറഞ്ഞ വാക്യം മറക്കണ്ട. 40-ാം സങ്കീർത്തനം 4-ാം വാക്യം എന്താ? നിഗളികളെയും യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും, ബാക്കി പറയാവോ? ആദരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ആർക്കൊക്കെ നമ്മൾ കൈ കൊടുക്കുന്നുണ്ട്, ആരൊക്കെയായിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്, സല്ലപിക്കുന്നുണ്ട്, ഇതൊക്കെ ആര് നോക്കുന്നുണ്ട്? നമ്മുടെ വീട്ടിൽ വരും എന്ത്? ആ പാപം. ആദരിക്കാൻ പാടില്ലാത്തവരെ നമ്മൾ ആദരിച്ചാൽ അവരേത് കുഴപ്പത്തിലാണ് അവർ പെട്ടിരിക്കുന്നത്, അതേ കുഴപ്പം നമുക്കും ഉണ്ടാകും. നമ്മുടെ വീട്ടിലത് വരും. ഉദാഹരണം വേണമെങ്കിൽ 100 ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാൻ ആവശ്യമുള്ളൊരു കാര്യം. യേശു കർത്താവ് ദൂതന്മാരെക്കാൾ, യഹൂദന്മാർക്ക് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാ ന്യായപ്രമാണം തന്നേ? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. ദൂതന്മാർ മുഖാന്തരം ന്യായപ്രമാണം മധ്യസ്ഥൻ്റെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ദൂതന്മാരുടെ അപ്പോസ്തലപ്രവൃത്തി 7:53 കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു. ദൂതന്മാർ ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നെ. ദൂതന്മാർ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഗബ്രിയേലും മിഖായേലും ഒക്കെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ആര്? കാരണം ആ ദൂതന്മാർ ആരാധിക്കുന്നവൻ്റെ അടുക്കലാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. അവർ യേശുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ എന്നല്ല, പുത്രൻ്റെ ആരാധകർ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് പുത്രൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്? 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 7 മുതൽ 9 വരെ. മതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ യേശു കർത്താവ് മാത്രം ആരാധ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള നിർമ്മൽ സിംഗ് സഹോദരൻ്റെ അടുക്കൽ പോയി. അപ്പോൾ അദ്ദേഹം എന്നെ എപ്പോഴും കൊണ്ടുപോകുന്ന ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലെ 2 പേരും, ഭാര്യയും ഭർത്താവും, അവർക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ അവർ 2 പേരും ഭിന്നശേഷിക്കാരാണ്. ആ സഹോദരിക്ക് നടക്കാനായിട്ട് സാധിക്കില്ല, അരയ്ക്ക് കീഴെ തളർന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ കൈ കുത്തിയിട്ടാണ് ആ സഹോദരി നടക്കുന്നത്. ഈ ഹിന്ദുമൽ കോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ദില്ലി ലാഹോർ റെയിൽവേ പാളത്തിൻ്റെ അടുത്തായിട്ടാണ്, ആ ഒരു ബോർഡറിൻ്റെ അടുത്തായിട്ടാണ് അവരുടെ വീടുള്ളത്, ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ സഹോദരിക്ക് നടക്കാൻ കഴിയില്ല. സഹോദരൻ്റെ ഈ കൈപ്പലക ഇങ്ങനെ തിരിഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹവും വികലാംഗന, കഷ്ടിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ വിശ്വാസത്തിൽ വന്നു. അവരുടെ ഒരു നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയാൽ അറിയാം, മിക്കവാറും ഒരു 60-70% അറ്റൻഡൻസ് ഉണ്ടാകത്തുള്ളൂ. എല്ലാ ആഴ്ചയൊന്നും കൃത്യമായിട്ട് ആളുകൾ വരുന്നവർ കുറവായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. അവർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ 30, 40, 50 കിലോമീറ്ററൊക്കെ
ദൂരെയുള്ള ഗ്രാമങ്ങളിലൊക്കെ അവർ താമസിക്കുന്ന അവർക്ക് വരാനായിട്ടുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാ ആഴ്ചയും ആരാധനയ്ക്ക് വരും. എല്ലാ ഞായറാഴ്ച അവർ രക്ഷിക്കപ്പെട്ടത് മുതൽ എല്ലാ ആഴ്ചയും അവർ ആരാധനയ്ക്ക് വരും. വികലാംഗന എന്ന് ഓർക്കണം, പിന്നെ ശേഷിക്കാരാണ്. അപ്പോൾ ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സഹോദരൻ ഈ ആക്രി പിറക്കിയിട്ടാണ് ജീവിക്കുന്നത്. സ്ക്രാപ്പ് പിറക്കി വിറ്റ് ആണ് ജീവിക്കുന്നത്. അപ്പോൾ അത് പിറക്കാനായിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഈ ബൈക്കിൻ്റെ പുറകിലൊരു ചെറിയൊരു പെട്ടി പോലെ ഉണ്ടാക്കി ബൈക്കിൽ ഫിറ്റ് ചെയ്ത് അവിടെയൊക്കെ അങ്ങനെ ഉപയോഗിക്കാം, കൃഷിക്കാരും ആളുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഈ സഹോദരൻ്റെ അമ്മായിപ്പൻ, അതായത് സഹോദരിയുടെ അപ്പൻ കൊടുത്തതാണ് അത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, വണ്ടി കാണുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അത് പുള്ളി തന്നയാളെന്ത് ചെയ്തു, അമ്മായിപ്പനത് എടുത്തുകൊണ്ട്. അതെന്താ എടുത്തുകൊണ്ട് പോയി? അമ്മായിപ്പം പിന്നെ ഇവർ വിശ്വസിച്ചത് എന്ത് ചെയ്തിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാ ആഴ്ചയും അപ്പോൾ ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ സഭാഹാള്. അപ്പോൾ അവിടെ പോകണം ആരാധനയ്ക്ക്. എല്ലാ ആഴ്ചയും എന്തിനാണ് നിങ്ങൾ പോകുന്നത് ആരാധിക്കാൻ? വല്ലപ്പോഴുമൊക്കെ പോയാൽ പോരെ. അപ്പം ഈ സഹോദരി പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും പോകാതിരിക്കാൻ പറ്റില്ല. ആപ്കോ ചോടെങ്കിൽ മഗർ പ്രഭുക്കോ നെയ്. അപ്പോൾ പുള്ളിയും ഭീഷണിയും ഒഴുക്കി ഞാനിത് എടുത്തുകൊണ്ട് പോവും, നിങ്ങളായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു, അപ്പൻ ഇല്ലേലും ഞങ്ങൾക്ക് കർത്താവില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളി അത് എടുത്തിട്ട് പോയി. അപ്പോൾ അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗ്ഗം അടഞ്ഞിരിക്കുക. ഒരു 35,000-40,000 വാങ്ങിക്കുക. അവിടെ അത്രയോ വില വരുന്ന ഒരു ബൈക്കും അതിൻ്റെ ആ ട്രോളി അടക്കം അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ നോക്കണം, ഒറ്റ നിലപാടേ ഉള്ളൂ, അപ്പൻ ആരാധ്യനല്ല. എൻ്റെ അപ്പനേക്കാൾ വലിയ ആ ട്രോളി തന്ന, ഉപജീവനത്തിനൊരു മാർഗം ഉണ്ടാക്കി തന്ന ആ അപ്പനേക്കാൾ വലിയവനാണ് ആര്? എൻ്റെ കർത്താവ്. ഓ സ്തോത്രം. വികലാംഗരായവരുടെ നിലപാട് പോലും പലപ്പോഴും നമുക്ക് ഇല്ല. അവർക്ക് വല്ലതും അറിയൂ? ആ സഹോദരി നല്ല പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയൊക്കെ പഠിച്ച ഒരു സഹോദരിയാണ്. എനിക്ക് വലിയ ആവേശം അവരുടെ വീട്ടിൽ പോകുമ്പോൾ. എന്നെ എല്ലാ പ്രാവശ്യവും സഹോദരൻ കൊണ്ടുപോകും. ദൈവമക്കളെ, നമ്മളെന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞവരാണ്. മൂന്നാമത്തെ കാര്യം, യേശു രാജാവും ദൂതന്മാർ, പുത്രൻ രാജാവും ദൂതന്മാർ ആജ്ഞാനുവർത്തികളുമാണ്. 7 മുതലുള്ള വാക്യങ്ങൾ. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോടോ ദൈവമേ. പുത്രനോട് ആരാ പറയുന്നത്? 8-ാം വാക്യം. പുത്രനോടോ ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. ആരാ പറയുന്നത്? പിതാവ് ആരോടാ പറയുന്നത്? പുത്രനോട്. എന്താ വിളിക്കുന്നത് പുത്രനെ? പിതാവ് പുത്രനെ എന്താ വിളിക്കുന്നത്? ദൈവമേ. ആരാ പുത്രൻ? ആരാ പുത്രൻ? ദൈവം. അപ്പോൾ പിന്നെ എന്താ വിളിക്കണ്ടേ? ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളൂ. അതായത് നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാണ്. നിൻ്റെ സിംഹാസനം തീരുന്നില്ല, മാറുന്നില്ല. നിൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമായിട്ടുള്ളതാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവായിട്ടാണ് പിറന്നേ. അവർക്ക് മനസ്സിലായില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് ഇങ്ങനെയല്ല. കർത്താവ് കെട്ടപ്പെട്ടവനായി പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ പിലാത്തോസ് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവരെന്താ പറഞ്ഞേ? ഞങ്ങളുടെ രാജാവ് ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ രാജാവിനെ വേണ്ട. ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, ഒരു ചക്രവർത്തി ഉള്ളതാരാണ്? കൈസരാണ്. അസൂയ നിമിത്തം പറഞ്ഞ, മനസാക്ഷി എന്ന് പറഞ്ഞതല്ല. പലപ്പോഴും ആളുകൾ അങ്ങനെ പറയും, സത്യവിരുദ്ധമായിട്ടാണ് അവർ പറയുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് അവർക്ക് മോചനം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും യേശുവിനെ, അവരുടെ രാജാവിനെ അവരെന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. പക്ഷെ ആ രാജാവിൻ്റെ സിംഹാസനം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. നെപ്പോളിയൻ പറഞ്ഞതുപോലെ നിൻ്റെ രാജ്യത്വം, നിൻ്റെ രാജ്യം എന്നും എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഞാനും അലക്സാണ്ടറും ഒക്കെ വാളുകൊണ്ട് രാജ്യം പിടിച്ചടക്കി, പക്ഷേ ഞങ്ങൾ വീണുപോയി. നിൻ്റെ രാജ്യം എന്ത് ചെയ്യാണ്? നിലനിൽക്കുകയാണ്. സിംഹാസനം കാണുന്ന രാജ്യമുണ്ട്, കാണാത്ത രാജ്യമാണ്. കാണാത്ത രാജ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. കാണുന്ന രാജ്യം എന്ത് ചെയ്യും? വരും. അത് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാനത് പറയാം. കാണുന്ന ചില ആളുകൾ അതിനെ തെറ്റിച്ച് പറയുന്നുണ്ട്. MLAists അത് പറയുന്നുണ്ട്.
എന്താ 1000 ആണ്ട് നിഷേധക്കാർ, ഇപ്പോഴാണ് രാജ്യം 1000 ആണ്ട് വായിച്ച് നടന്നുകൊണ്ടിരിക്കുക, ഇനിയൊരു കാണുന്ന രാജ്യം ഇല്ലെന്ന്. അല്ല, അങ്ങനെയല്ല. കാണുന്ന രാജ്യത്തിൽ അവൻ്റെ രാജ്യത്വം എന്നുമെന്നേ, അവൻ പുത്രൻ എന്നേക്കും രാജാവാണ്. സ്തോത്രം. പക്ഷേ ആ രാജ്യത്തിലെ ആജ്ഞാനുവർത്തികളാണ് ആര്? ശുശ്രൂഷകന്മാരാണ് ആര്? ദൂതന്മാർ. അപ്പം നിങ്ങൾക്ക് ആരെ വേണം? യേശുവിനെ വിട്ട്, ഈ പുത്രനെ വിട്ട് നിങ്ങൾ ദൂതന്മാരുടെ പിന്നാലെ പോകാനാണോ? അയ്യോ, ലോകത്തിലെ ക്രൈസ്തവ കോളത്തിൽ വന്ന പരാജയം അവിടെയാണ്. യേശുവിനെ എല്ലാമായിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല. അത് നമ്മുടെ പിതാക്കന്മാർ പാടിയത്, യേശു മതി, എനിക്ക് യേശു മതി, യേശു മാത്രം മതി. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിളാണ്, അവൻ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. നാലാമത്തേത്, അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പുത്രൻ നിത്യനായ സൃഷ്ടാവാണ്, നിത്യനാണ്. ദൂതന്മാർ സൃഷ്ടികളാണ്. പുത്രൻ നിത്യനായ സൃഷ്ടാവും ദൂതന്മാർ സൃഷ്ടികളുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് 10-ാം വാക്യം അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു എന്ന് പറഞ്ഞാൽ നീയാണ് ഇതൊക്കെ എന്ത് ചെയ്തത്? കർത്താവേ എന്ന് പറയുന്നത്. അവിടെ യഹോവേ എന്നുള്ള ആ വാക്ക് കർത്താവേ എന്ന് പറയുന്നത്, ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ അല്ലേ? ഉടമസ്ഥൻ, നാഥൻ. ഏതൻസിലെ പ്രസംഗം ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തലപ്രവൃത്തി 17 ഏതൻസിലെ പ്രസംഗത്തിൽ പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട് 24-ാം വാക്യത്തിൽ, അവൻ എന്താണ്? ആകാശവും ഭൂമിയും സകലത്തെയും സൃഷ്ടിച്ചവനാകൊണ്ട്. വായിക്കാമോ 24-ാം വാക്യം? ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അവിടെ നാഥൻ എന്ന് പറയുന്നത് കർത്താവാകൊണ്ട്, അതിൻ്റെ ഉടമസ്ഥനാകൊണ്ട്, ലോഡ് ആയതുകൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, നീ ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു. അപ്പം നീ നിത്യനായ സൃഷ്ടാവാണ്. നീ സൃഷ്ടാവാണ്, അപ്പോൾ തന്നെ നീ നിത്യനാണ്. നിൻ്റെ സൃഷ്ടികളൊക്കെ എന്താവും? നശിച്ചുപോകും. അപ്പോൾ ദൂതന്മാർ ആരാധിക്കുന്ന, ദൂതന്മാർ ആജ്ഞാനുവർത്തികളായിരിക്കുന്ന ഈ പുത്രൻ നിത്യനായ സൃഷ്ടാവാണ്, അവരുടെ സൃഷ്ടിതാവാണ്. നിങ്ങൾക്ക് സൃഷ്ടിയുടെ അടുക്കൽ സഹായത്തിന് പോകണമോ, അതോ അവരെ സൃഷ്ടിച്ച പുത്രൻ്റെ അടുക്കൽ നിങ്ങൾക്ക് പോകണമോ? പുത്രനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ സൃഷ്ടിയുടെ അടുക്കലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പം റോമാലയത്തിലൊരു വാക്യമുണ്ടല്ലോ, 1-25 വാക്യം, അവർ ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. എങ്ങനെ വ്യാജമാക്കിയേ? റോമർ 1:25 എന്താ? ദൈവത്തിൻ്റെ സത്യം അവരെന്ത് ചെയ്തു? വ്യാജമാക്കി മാറ്റി. എങ്ങനെയാണ് വ്യാജമാക്കിയത്? ദൈവത്തിൻ്റെ സത്യം നമുക്ക് വ്യാജമാക്കാൻ പറ്റുമോ? മനുഷ്യരങ്ങനെ ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. എന്നിട്ട് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അപ്പോൾ സൃഷ്ടിച്ചവനെയാണ് എന്ത് ചെയ്യേണ്ടത്? സൃഷ്ടിച്ചവൻ്റെ അടുക്കലേക്കാണ് വരേണ്ടത്, സൃഷ്ടിയുടെ അടുക്കലേക്ക് അല്ല. നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനെല്ലാം എന്താണ് ഇപ്പം? ദൈവമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടിയുടെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. ഈ മറിയം തന്നെ പറഞ്ഞ ഒരു കാര്യം, മറിയത്തിന് വന്ദനം ചൊല്ലുമ്പോൾ ദൂതൻ പറയുന്നുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവൾ. അതായത് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അതാണ്, എൻ്റെ രക്ഷിതാവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ. കണ്ടോ?
ആ കൃപ എന്ന് പറഞ്ഞാൽ അനർഹക്ക് കൊടുക്കുന്നതാണെന്ത് കൃപ. അതാണ് ആർക്ക് കൊടുത്തത്? മറിയത്തിന്. അപ്പോൾ മറിയത്തിനും ആരെ ആവശ്യമുണ്ട്? രക്ഷകനെ ആവശ്യമുണ്ട്. സൃഷ്ടിയെ ആണ് ആളുകൾ ഭജിക്കുന്നത്, സൃഷ്ടിയെ. പക്ഷെ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് വരണം. സൃഷ്ടാവിൻ്റെ അടുക്കൽ വരാതെ സൃഷ്ടിയുടെ ദൂതന്മാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ദൂതന്മാരെ ആരാധിക്കുന്നതിലും താഴ്മയിലും രസിക്കുന്ന ആളുകൾ തലയെ എന്ത് ചെയ്യുന്നില്ല? മുറുകെ പിടിക്കുന്നില്ല. ആരാ തല? സൃഷ്ടാവ്. ദൂതന്മാരുടെ സൃഷ്ടാവായ കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്ക് നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ഇതെല്ലാം നിൻ്റെ പ്രവൃത്തിയാവുന്നു. 11 വാക്യം. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. ഇതൊക്കെ എന്തു ചെയ്യും? ഇല്ലാതെയാകും. പക്ഷേ കർത്താവിന് എന്തില്ല? മാറ്റം ഇല്ല. അവിടെ പറയുന്ന വാക്കെന്താ? നീയോ 12ാമത്തെ വാക്യത്തിൽ ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അനന്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറാത്തവൻ അല്ലേ? മാറ്റമില്ലാത്തവൻ, മാറാത്തവൻ, യഥാവാൻ, ഈസ് അൺചേഞ്ചിങ്. അതിൻ്റെ ഈ അൺചേഞ്ചിങ് എന്നുള്ളതിൻ്റെ, മാറാത്തവൻ എന്നുള്ളതിന് നമ്മൾ തിയോളജിക്കൽ എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിൻ്റെ ആ ആട്രിബ്യൂട്ട്സ് നമ്മൾ പറയുമ്പോൾ, ഡിവൈൻ ആട്രിബ്യൂട്ട്സ് പറയുമ്പോൾ, ദൈവിക ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താ? അൺചേഞ്ചിങ്ങിന് പറയുന്ന ആ വാക്കേതാ? ഇമ്മ്യൂട്ടബിൾ അല്ലേ? ഇമ്മ്യൂട്ടബിൾ അല്ലേ? അതെ, ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത് മാറാത്തവനാണ്. പക്ഷേ നമ്മളിപ്പം സയൻസൊക്കെ പഠിക്കുന്ന പിള്ളേർക്കറിയാം മ്യൂട്ടേഷൻ അല്ലേ? മ്യൂട്ടേഷൻ എന്താ? മ്യൂട്ടേഷൻ ഏതാ? ജനിതക മാറ്റം. നമ്മൾ ഈ കൊറോണ വന്നപ്പം ആദ്യം വന്ന കൊറോണ ഏതാ? അതൊക്കെ ഇപ്പം ചോദിക്കരുത്. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം ഞങ്ങളതൊക്കെ എന്ത് ചെയ്തു? മറന്നു. ഞങ്ങളോട് ഈ വക കാര്യങ്ങളൊന്നും, പുസ്തകത്തിൽ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു, ഇരുന്ന് തരാം. ആദ്യം വന്നതാണിത്, നോവൽ കൊറോണ അല്ലേ? നോവൽ കൊറോണ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ നോവൽ കൊറോണ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കൊറോണ വൈറസ് ആ RNA നമുക്കറിയാം, ഈ ജനിതകങ്ങൾ അത് സംവേദനം ചെയ്യുന്നത് DNA-യോ RNA-യോ വഴിയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള സ്വഭാവങ്ങളോ ഒക്കെ നമുക്ക് കിട്ടുന്നത് DNA അല്ലെങ്കിൽ RNA വഴിയാണ്. അപ്പോൾ ഈ കൊറോണ ഒരു RNA ആണ്. അപ്പോൾ ഈ RNA ശരിക്കും അത് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് മാത്രം പകരുന്നതാണ്, അല്ലെങ്കിൽ അതങ്ങനെ അതിന് സംവേദനം നടത്താനായിട്ട് കഴിയുള്ളൂ. പക്ഷേ എന്തൊക്കെയോ ഈ ജനിതക മാറ്റം ഉണ്ടായിട്ടാണ് അത് മനുഷ്യനിലേക്ക് എന്ത് ചെയ്തത്? പ്രവേശിച്ചത്. അപ്പോൾ മനുഷ്യനിൽ പ്രവേശിച്ചപ്പോൾ മനുഷ്യന് ദൈവം ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. എന്താ? നമ്മുടെ ശരീരത്തിലൊരു രോഗം വന്നാൽ നമ്മളെന്ത് ചെയ്യും? ശരീരം എന്ത് ചെയ്യും? നമ്മളല്ല, ശരീരം എന്ത് ചെയ്യും? അതിനെതിരെ പ്രതികരിക്കും. ഒരു ആൻറ്റിബോഡി രൂപീകരിച്ചിട്ട് ആ വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയയെ എതിർത്ത് തോൽപ്പിക്കും. അപ്പം പൊതുവെ ഒന്നാം തരംഗം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന് ഈ നോവൽ കൊറോണയെ പ്രതിരോധിക്കാനായിട്ടുള്ള ശക്തി ലഭിച്ചു, പ്രതിരോധശേഷി കിട്ടിയപ്പോൾ അവന് മനുഷ്യൻ്റെ ഉള്ളിൽ ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ പുള്ളി എന്ത് വരുത്തി? ജനിതക മാറ്റം വന്നു. മ്യൂട്ടേഷൻ, വകഭേദം അതിനെ പറയും. നമ്മൾ അന്ന് പറഞ്ഞ ഒരു വാക്കാണിത്, വകഭേദം. അപ്പോൾ അത് അടുത്തത് വന്നു വകഭേദം. അപ്പോൾ നമ്മളതിന് പേരിട്ടു എന്താ? ഡെൽറ്റ അല്ലേ? ഓർക്കുന്നില്ലേ? ഡെൽറ്റ. ആരും ഓർക്കുന്നു? ഡെൽറ്റ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വകഭേദം, 3ാം തരംഗം, വേറെ വകഭേദം വന്നു, അല്ലെങ്കിൽ അത് മ്യൂട്ടേഷൻ വീണ്ടും വന്നു. എന്താ? ഡെൽറ്റ പ്ലസ് അല്ലേ? ഡെൽറ്റ പ്ലസ്. പിന്നെന്താ? ഒമിക്രോൺ. അതൊക്കെ ഈ ഗ്രീക്ക് അക്ഷരമാലയിലെ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, ഈറ്റ അതൊക്കെ വെച്ച് അവർ പേരിടുന്നത്. അത് വകഭേദം, മ്യൂട്ടേഷൻ വന്നതാണ്. അത് വരുന്നുണ്ട്, മനുഷ്യനിൽ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ മനുഷ്യനിൽ ഈ വകഭേദങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ, മനുഷ്യൻ്റെ ശരീരത്തിലൊക്കെ വരുന്നുണ്ട്. ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നല്ലതിനും തീതുമായി വരുന്നുണ്ട്, അത് രോഗങ്ങളായിട്ട് പരിണമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മാറി വരുന്ന സാഹചര്യങ്ങളിൽ, കാലാവസ്ഥയിലും ഒക്കെ ജീവിക്കാനായിട്ട് മനുഷ്യനെന്ത് ചെയ്യുന്നത്?
പരുവപ്പെടുത്തുന്നുണ്ട്. 1000 വർഷം മുമ്പുള്ള ഒരു മനുഷ്യനെ ഇന്ന് കൊണ്ടുവന്ന് ഇവിടെ ജീവിപ്പിക്കാമോ? ഭൂമിയിൽ ജീവിക്കുമോ? ജീവിക്കില്ല. അപ്പം നമ്മൾ ഈ വിഷലിപ്തമായിരിക്കുന്ന എന്താ പറയുന്നത് അന്തരീക്ഷത്തിലും ഭക്ഷണത്തിലും വെള്ളമൊക്കെ കഴിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് ഈ ഒരു മ്യൂട്ടേഷൻ വരുന്നുണ്ട്. ഇനി സ്വഭാവത്തിൽ വരുന്നുണ്ട് മാറ്റങ്ങൾ, അല്ലേ? ഉണ്ടോ ഇല്ലയോ? വരുന്നുണ്ട്. അവിടെയാണ് നീയോ ഇവിടെ തന്നെ 13-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറാത്തവൻ. അവന് നമ്മൾ തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല, മാറ്റമില്ല. കാലങ്ങൾ മാറുമ്പോൾ ഒരു മ്യൂട്ടേഷൻ വന്ന് അവൻ്റെ സ്വഭാവത്തിനോ രീതികൾക്കോ യാതൊരു മാറ്റവും ഇല്ല. അവൻ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ട് വരാം. അപ്പോൾ ഈ മോനെ അത് ചോദിക്കുമായിരുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ന്യായപ്രമാണത്തെ മാറ്റിയെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ ദൈവത്തിനതില്ല, മാറ്റം വന്നിട്ടില്ല. ന്യായപ്രമാണത്തിൽ എന്തൊക്കെ തെറ്റായിരുന്നോ ഇന്നും അതെന്താണ്? തെറ്റാണ്. അവൻ എന്തൊക്കെ 1000 വർഷം മുമ്പ് അല്ല മനുഷ്യനെ ജനിപ്പിക്കുന്നതിന് മുമ്പ് അവൻ എന്തെല്ലാം ശരിയായിരുന്നോ ഇന്നും അത് ശരിയാണ്. അവൻ്റെ വിശുദ്ധിക്ക്, അവൻ്റെ പരിശുദ്ധിക്ക് ഒരു കുറവും വന്നിട്ടില്ല. അവൻ്റെ സ്വഭാവത്തിന് എന്തില്ല? അവൻ അനന്യനാണ്. സ്തോത്രം. അവനൊരു മാറ്റവും ഇല്ല, അവന് പ്രായം വരുന്നില്ല. നമ്മൾക്കാണ് മാറ്റം. നമുക്ക് ഇന്നലെ 25 കൊല്ലം മുമ്പുണ്ടായിരുന്ന ശരികൾ ഇന്ന് നമുക്കെന്തായി? തെറ്റും. ഇന്നലകളിലുണ്ടായിരുന്ന തെറ്റുകളൊക്കെ ഇന്ന് നമുക്കെന്തായി? അല്ലേ? ശരിയാണോ? നമ്മുടെ കുഴപ്പം അത്. നമുക്ക് മ്യൂട്ടേഷൻ വന്നുകൊണ്ട് നമ്മുടെ ചിന്താഗതിയിലെ കുഴപ്പമാണ്. പക്ഷെ ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് ഇതിൽ നിന്ന് 2 പാഠങ്ങളുണ്ട്. നമ്മുടെ ദൈവം മാറാത്തവനായതുകൊണ്ട് നമ്മൾ ആരായിരിക്കണം? ഇവിടെ നിൽക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഇവിടെ നിൽക്കും. ഇപ്പുറത്തേക്ക് മാറിയിരിക്കണമെങ്കിൽ അങ്ങനെയാണോ? അല്ല. അവിടെ ആ പാലാറാം സഹോദരനും സുഖീബനും പറഞ്ഞ പോലെ ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഒറ്റ തീരുമാനം. അത് തെറ്റാണ്. ആ ഉപദേശം തെറ്റാണ്. ആ നിലപാട് തെറ്റാണ്. ആ ചെയ്തത് തെറ്റാണ്. പറഞ്ഞത് തെറ്റാണ്. അതാണ് ദൈവം. ദൈവത്തിന് എന്തില്ല? മാറ്റം ഇല്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം നശിച്ചു പോകും. അപ്പോഴും ദൈവം എന്ത് ചെയ്യും? യഥാവാനായി എന്ത് ചെയ്യും? നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കുക, നിങ്ങൾക്ക് ആരെ വേണം? ദൂതന്മാരെ വേണോ? അതോ ഈ മാറ്റമില്ലാത്ത, വാക്കുമാറാത്ത, യഥാവാനായി നിത്യത മുഴുവനും നിൽക്കുന്ന നിത്യനായവനെ വേണമോ? അതോ ഈ മാറ്റം വരുന്ന ദൂതന്മാർക്ക് മാറ്റം വന്നു ഇല്ലേ? വന്നില്ലേ? ഒരു കൂട്ടം ദൂതന്മാരെന്ത് ചെയ്തു? വീണുപോയി. അവർക്ക് ഇനിയും ബാക്കിയുള്ളവർക്കും ചിലപ്പോൾ എന്ത് വരാം? മാറ്റം വരാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ മാറാത്തവനിൽ, നിത്യസൃഷ്ടാവിനിൽ എന്ത് ചെയ്യണം? ആണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ മറിച്ച് ചിന്തിക്കരുത്. ആ അധ്യായത്തിലെ ഒടുവിലത്തെ പോയിന്റിലേക്ക് വരാം. 13-14 വാക്യങ്ങൾ. പുത്രൻ ആരാണ്? സകലത്തിനും മീതെ അധികാരിയാണ്. ദൂതന്മാരാരാണ്? ആ അധികാരിയുടെ ശുശ്രൂഷകന്മാരാണ്. ദൂതന്മാർ ഈ പുത്രൻ്റെ ശുശ്രൂഷകന്മാർ മാത്രമാണ്. പുത്രനാണ് ആര്? അധികാരി. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. 3-ാം വാക്യത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു, മഹിമയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അപ്പം അവനാരാ? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞവർക്ക് ഏറ്റവും പ്രകമ്പനമുണ്ടാക്കിയ വാക്കാണ്. എന്താ പറഞ്ഞേ? യേശു എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താ? യേശു ആരാണ്? നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശു വലത്തുഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവനാണ് അധികാരി. യേശു പറഞ്ഞു, എന്താ പറഞ്ഞേ? ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. ഈ പിശാച് അത് എളുപ്പത്തിൽ കൊടുക്കാൻ നോക്കി. ഇത്ര ബുദ്ധിമുട്ടുണ്ടാ, കുരിശിലൊന്നും മരിക്കാൻ പോകണ്ട, മുട്ടുകുത്തിയാൽ മതി, ഞാൻ എന്ത് ചെയ്യാം, എല്ലാം തരാം. വേണ്ട, അങ്ങനെ വേണ്ട. അങ്ങനെ തരുമ്പോൾ ആരാധികാരി?
അപ്പോഴും അവൻ തന്നെ അധികാരി. അപ്പോൾ അവൻ്റെ തലയെ തകർത്തുകൊണ്ട് അവൻ സർവാധികാരിയായി തീർന്നു. ആ സർവാധികാരിയുടെ കീഴിലെ ശുശ്രൂഷകന്മാരാണ് ആര്? ദൂതന്മാർ. അവരെന്താ ശുശ്രൂഷിക്കുന്നത്? ആരെ ശുശ്രൂഷിക്കുന്നത്? അത് 13-ാം വാക്യം. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന ആരുടെ സേവകാത്മാക്കളാണ്? ആരുടെ സേവകാത്മാക്കളാ? ആരുടെയാ? നമ്മുടേന്ന് പറ. നമ്മുടെ ഈ രക്ഷ പ്രാപിപ്പാനുള്ളവരാരാ? നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ പ്രാപിപ്പാനിരിക്കുന്ന, ദേഹിയുടെ രക്ഷ പ്രാപിപ്പാനിരിക്കുന്ന, ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ച ഈ പുത്രൻ്റെ ചങ്കല ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്നവരാണ് ആര്? ദൂതന്മാർ. നമ്മൾ കേട്ടിട്ടില്ലേ? Y കാറ്റഗറി, Z കാറ്റഗറി സുരക്ഷ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമുക്കേതാ കാറ്റഗറി? അയ്യോ, അതിന് പേരിടാൻ പറ്റത്തില്ല. അതിന് പേരിടാൻ പറ്റാത്ത ഒരു കാറ്റഗറിയിലുള്ള സുരക്ഷ നമുക്കുള്ളത്. നമുക്ക് വല്ല നന്ദിയുണ്ടോ? ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു, എന്ത് നന്ദിയുള്ളേ. 10-15 വർഷം ബൈക്കിൽ ഞാൻ പിള്ളേരെയും രണ്ടുപേരെയും വെച്ച് ഈ മംഗൾഡാമിൽ ഹൈവേ കൂടെ പോയി. ഒരു സമയത്ത് റോഡേ ഇല്ലാതെ കുണ്ടും കുഴി. കർത്താവ് ദൂതന്മാരെ കൊണ്ട് നമ്മളെന്ത് ചെയ്യുക? നമ്മൾ ഓടിച്ചിട്ടല്ല, നമ്മളെ കൊണ്ടുപോകുമായിരുന്നു. ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ടോ? യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ യേശുവിൻ്റെ നാമം അവരാണെങ്കിൽ 1000 പ്രാവശ്യം അത് സാക്ഷ്യം പറഞ്ഞേനെ, അല്ലേലും സ്വതന്ത്രം പറഞ്ഞേനെ. നമ്മൾ പറയുകയില്ല, പറയരുത്. ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുക? ഈ എന്താ പറയുന്നത്, Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ തന്നിരിക്കുക. ദൂതന്മാരുടെ സംരക്ഷണം. ആ ദൂതന്മാരുടെ അധികാരിയാണ് നമ്മുടെ നാഥൻ. ഓ സ്തോത്രം. ദൂതന്മാരുടെ പിന്നാലെ പോകണ്ട. ആരുടെ പിന്നാലെ പോയാൽ മതി? അവനെ മാത്രം ആരാധിക്കണം. അവനാണ് അധികാരി. അവൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഏറ്റവും അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക്, കൃപയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതൊരിക്കലും മറക്കരുത്. ഈ വചനങ്ങൾ അധികമായി പഠിക്കുവാനും കർത്താവിൻ്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് അനുദിനവും കർത്താവിനെ പിൻഗമിക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.